ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിനോടനുബന്ധിച്ച് ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ തുടക്കം നടത്താം. ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ, പ്രതിദിന വ്യായാമവും ജീവിതത്തിന്റെ ഭാഗമാക്കാം. ലോകത്തിന്റെ പ്രമേഹ തലസ്ഥാനം എന്ന വിശേഷണം ഇന്ത്യക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് കേരളത്തിലും. പ്രമേഹം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രമേഹ നിയന്ത്രണത്തിൽ ഭക്ഷണത്തിന് വലിയ പങ്കുണ്ട്. പലപ്പോഴും പ്രമേഹ രോഗികളോട് പലതും കഴിക്കരുത് എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ പ്രമേഹ രോഗികൾ കഴിക്കേണ്ട 10 ആഹാരങ്ങളെ കുറിച്ചാണ്. ഈ ഭക്ഷണങ്ങൾ പ്രമേഹം വരാതിരിക്കാനും പ്രമേഹമുള്ളവർക്ക് അത് നിയന്ത്രണത്തിലാക്കാനും സഹായിക്കും. 10ാമതായി പറയുന്നത് ആയുർവേദത്തിൽ പ്രമേഹത്തിനുള്ള ബെസ്റ്റ് മെഡിസിനെ കുറിച്ചാണ്. വീഡിയോ സ്കിപ്പാക്കാതെ കാണുക. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുക. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. പ്രമേഹത്തിനുള്ള 10 ഭക്ഷണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. 1. ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. ഇത് പോഷകങ്ങളുടെ ഒരു കലവറയാണ്. റാഗി, ചാമ, തിന, ചോളം എന്നിവ നമുക്ക് പരിചിതമായ ചെറുധാന്യങ്ങളാണ്. സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന മില്ലറ്റുകളിൽ മാംസ്യം, വൈറ്റമിൻ, കാൽഷ്യം, അയൺ തുടങ്ങിയവയെല്ലാം ഉണ്ട്. ധാരാളം ഫൈബറുകൾ അഥവാ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവയ്ക്ക് അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളെക്കാൾ പോഷക മൂല്യങ്ങളുണ്ട്. അതുപോലെ പ്രോട്ടീനും നാരുകളും കൂടുതലാണ്. പ്രമേഹം ഉണ്ടാക്കുന്ന അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവുമാണ്. അതിനാൽ പ്രമേഹ രോഗികൾക്ക് ഉത്തമമായ ഭക്ഷണമാണ് ഈ ചെറുധാന്യങ്ങൾ. ഇവ എങ്ങനെ കഴിക്കാം? മില്ലറ്റുകൾ കൊണ്ട് ഇഡ്ഡലി, ദോശ, പത്തിരി തുടങ്ങിയവ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് രാഗി കൊണ്ട് രാഗി ദോശ, രാഗി പത്തിരി, രാഗി ഇഡ്ഡലി എന്നിവ ഉണ്ടാക്കാം. ചാമ കൊണ്ട് ചാമ കഞ്ഞി, ചാമ ഉപ്മ തുടങ്ങിയവയും ഉണ്ടാക്കി നമുക്ക് ഈ ചെറുധാന്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താം. മില്ലറ്റുകൾ വാങ്ങുമ്പോൾ തവിട് കലയാത്ത മില്ലറ്റുകൾ വാങ്ങി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. തവിട് നീക്കം ചെയ്ത് പോളിഷ് ചെയ്തു വരുന്ന മില്ലറ്റുകൾക്ക് ഈ ഗുണങ്ങൾ ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2ാമത്തേത് ഉലുവ. പ്രമേഹത്തിനുള്ള ഒരു ഔഷധം നിങ്ങളുടെ അടുക്കളയിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് ഉലുവ. ആയുർവേദ ഔഷധങ്ങളെ കുറിച്ച് പറയുന്ന ധന്വന്തരി നിഘണ്ടുവിൽ സംസ്കൃതത്തിൽ മേധിക എന്ന് പറയുന്ന ഉലുവയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിലെ ഹൈഡ്രോക്സി ഐസോലൂസിൻ എന്ന ഘടകം പാൻക്രിയാസിനെ ഉത്തേജിപ്പിച്ച് ഇൻസുലിനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഉലുവയിലെ സോലുബിൾ ഫൈബേഴ്സും ആന്റി ഓക്സിഡന്റ്സും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കുന്നു. ഇതെങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം? 1 ടീസ്പൂൺ ഉലുവ രാത്രി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. രാവിലെ ഒന്ന് തിളപ്പിച്ച് ആ വെള്ളവും സോഫ്റ്റായ ആ ഉലുവയും വെറും വയറ്റിൽ കഴിക്കുക. വെള്ളം മാത്രം കുടിച്ചാൽ ഉലുവയുടെ മുഴുവൻ ഗുണങ്ങളും കിട്ടില്ല. ഉലുവ പൊടിച്ച് സ്മൂത്തികളിലും കറികളിലും ഉപ്പേരികളിലും ചേർത്ത് കഴിക്കാം. ദിവസവും 5 മുതൽ 10 ഗ്രാം വരെ ഉലുവ യൂസ് ചെയ്യാം. 3. ഞാവൽപ്പഴം. ഇന്ത്യൻ ബ്ലാക്ക്ബെറി എന്നറിയപ്പെടുന്ന ഞാവൽപ്പഴം ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള സൂപ്പർ ഫ്രൂട്ടാണ്. ചരക സംഹിതയിൽ ഞാവലിന്റെ സീഡിനെ മധുമേഹത്തിൽ അഥവാ പ്രമേഹത്തിൽ മെഡിസിനായി ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് ഞാവൽപ്പഴത്തിലെ ജാംബലൈൻ എന്ന ഘടകം ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കുന്നു. ഇതിന്റെ സീഡിൽ ഇലാജിക് ആസിഡ് എന്ന ഘടകമുണ്ട്. ഇത് ഇൻസുലിന്റെ സംവേദനക്ഷമതയെ അഥവാ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ മെച്ചപ്പെടുത്തുന്നു. ഞാവൽ പഴമായിട്ട് തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസ് ആക്കി കഴിക്കാം. അത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ഞാവൽ പഴത്തിന്റെ പൾപ്പെടുത്ത് കുറച്ച് ഉപ്പും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് ജ്യൂസ് അടിച്ചെടുക്കാം. ഇത് പ്രമേഹമുള്ളവർക്ക് വളരെ ഹെൽത്തിയായ ഡ്രിങ്ക് ആണ്. 4. പാവയ്ക്ക. പാവയ്ക്ക പ്രമേഹം കുറയ്ക്കുമെന്ന് നിങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടാവും. എങ്ങനെയാണ് പാവയ്ക്ക ബ്ലഡിലെ ഷുഗർ കുറയ്ക്കുന്നത്? പാവയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളായ വിസിൻ, കെരാറ്റിൻ, പോളിപെപ്റ്റൈഡ് എന്നിവ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. ഈ ബീറ്റ കോശങ്ങളാണ് ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. HbA1c കുറയ്ക്കാൻ പാവയ്ക്കയ്ക്ക് കഴിവുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പാവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാം, ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം. ഇങ്ങനെയെല്ലാം പാവയ്ക്ക ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താം. 5. ബദാം. പ്രോട്ടീൻ, ഫൈബറുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങി 15ഓളം അവശ്യ പോഷകങ്ങളാൽ സമ്പന്നമാണ് ബദാം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ബദാം സഹായിക്കും.
ദിവസവും 30 ഗ്രാം ബദാം കഴിക്കുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവർക്ക് ഏറെ ഗുണം ചെയ്യും. യാത്ര ചെയ്യുമ്പോൾ പോലും ബദാം കയ്യിൽ കരുതാം. ഏറെ ആരോഗ്യകരമായ ഒരു ലഘുഭക്ഷണമാണിത്. 6. പയറുവർഗ്ഗങ്ങൾ. മിക്ക രോഗങ്ങൾക്കും ആരോഗ്യകരമായ ഒരു ഭക്ഷണ പ്രതിവിധിയാണ് പയർവർഗ്ഗങ്ങൾ. ഇതിലെ പോഷകങ്ങൾ പ്രമേഹ രോഗികൾക്കും ഉത്തമമാണ്. മുതിര, ചെറുപയർ, സോയാബീൻ തുടങ്ങിയവയിൽ ധാരാളം നാരുകളും ഫ്ലാവനോയിഡുകളും അടങ്ങിയിരിക്കുന്നു. ഇത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, ഒപ്പം വിശപ്പ് കുറയ്ക്കാനും. അടുത്തത് കറുവപ്പട്ട. നിങ്ങളുടെ അടുക്കളയിലുള്ള മറ്റൊരു ഔഷധമാണ് കറുവപ്പട്ട. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇത് എങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം? ചായയിലും സ്മൂത്തിയിലും കറിയിലുമൊക്കെ ഒരു നുള്ളു കറുവപ്പട്ട ചേർക്കുന്നത് പ്രമേഹമുള്ളവർക്ക് ഏറെ ഗുണകരമാണ്. അടുത്തത് ചിയ സീഡ്സ്. ചിയ സീഡ്സ് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ടോ? ഇവയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റ്സ്, ധാതുക്കൾ, നാരുകൾ, ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്നിവ രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. പല രീതിയിലും ചിയ സീഡ് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാം. ചിയ സീഡ്സും നേരത്തെ പറഞ്ഞു തന്ന 2 ഇൻഗ്രീഡിയൻസും ഉൾപ്പെടുത്തി ഒരു ടേസ്റ്റി റെസിപ്പി പറഞ്ഞു തരാം. 7 ബദാം വെള്ളത്തിൽ തലേ ദിവസം കുതിർത്തെടുക്കുക. അത് നന്നായി മിക്സിയിൽ അടിച്ച് നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ബദാം മിൽക്ക് കിട്ടും. അതിലേക്ക് 1 ടീസ്പൂൺ ചിയ സീഡ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അതൊരു പുഡിംഗ് കൺസിസ്റ്റൻസി ആവുമ്പോൾ എടുത്ത് ഉറുമാമ്പഴം, കറുവപ്പട്ട പൊടിച്ചത് എന്നിവ ചേർത്ത് അതൊന്നും മിക്സ് ചെയ്യുക. ഇത് ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും പ്രമേഹമുള്ളവർക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയാൻ സഹായിക്കുന്ന ഒരു വിഭവമാണ്. 9. പച്ചച്ചക്ക. മലയാളികളുടെ ഇഷ്ട വിഭവമാണ് ചക്ക. പച്ചച്ചക്കയിലും ചക്കക്കുരുവിലും ധാരാളം നാരുകളും പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവായതിനാൽ ഇടിച്ചക്കയും ചക്കപ്പുഴുക്കുമെല്ലാം പ്രമേഹ രോഗികൾക്കും കഴിക്കാം. പച്ചച്ചക്കയിലെ നാരുകൾ വയർ നിറഞ്ഞു എന്ന തോന്നൽ ഉണ്ടാക്കുന്നതിനാൽ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കാനും സഹായിക്കും. അങ്ങനെ പ്രമേഹം, അമിതവണ്ണം എന്നിവ പ്രതിരോധിക്കാനും സഹായിക്കും. എന്നാൽ പഴുത്ത ചക്ക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടും. അതിനാൽ പഴുത്ത ചക്ക കഴിക്കുന്നത് നിയന്ത്രിക്കണം. 10. നെല്ലിക്ക. നെല്ലിക്ക പ്രമേഹത്തിന് നല്ലതാണ് എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പേയുള്ള അറിവാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും ഫിനോലിക് ഘടകങ്ങളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതിന് ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. നെല്ലിക്കയ്ക്ക് ഇൻസുലിന്റെ സംവേദനക്ഷമത കൂട്ടാനുള്ള കഴിവുണ്ട്. നെല്ലിക്കയിലെ ആന്റി ഓക്സിഡന്റുകൾ പ്രമേഹത്തിലെ വ്രണങ്ങൾ ഉണങ്ങാനും പ്രമേഹ സങ്കീർണത മൂലമുണ്ടാകുന്ന നേത്ര രോഗങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു. നെല്ലിക്ക ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ടോ കഴിക്കാം. ആയുർവേദത്തിൽ അഷ്ടാംഗ ഹൃദയം ടെക്സ്റ്റിൽ പ്രമേഹത്തിന് ഏറ്റവും ബെസ്റ്റായി പറയുന്നത് നെല്ലിക്കയും മഞ്ഞളുമാണ്. നെല്ലിക്കയും മഞ്ഞളും വെള്ളവും ചേർത്തടിച്ച് അരച്ചെടുത്ത് ജ്യൂസായി കഴിക്കാം. ഇത് നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കാനുള്ള ഹെൽത്തി ഡ്രിങ്ക് ആണ്. നിങ്ങൾക്ക് പ്രമേഹം വരാതിരിക്കാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താം. എന്നാൽ നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ അതിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ തീർച്ചയായും ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രം ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തുക. കാരണം ഇതിൽ പറഞ്ഞ പലതും പെട്ടെന്ന് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഷുഗർ കുറഞ്ഞ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാൻ കാരണമായേക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.